സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയേ? അതാണ് സന്തോഷ് ജി പോപ്പുലർ ആയത് എങ്ങനെ? ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഹലോ ഒരു മിനിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു, സോങ് സാർ ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു ഹോട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി ഇടം കിട്ടിയാൽ അവിടെ കിണർ കുഴിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഹലോ ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നവിടെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ബോധ്യമായത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത്. പക്ഷെ ആ എന്താ പറയാ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല. അവിടെ മാത്രമല്ല ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. അതെ, ആ നിയന്ത്രണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്താ ആ നിയന്ത്രണമാണ്.